സാർ നമുക്ക് 179 രൂപ അതിന് മുകളിലേക്കുള്ള റീചാർജുകളിലാണ് നമുക്ക് SMS-ന്റെ ഓഫർ വരുന്നത് സാർ. 179. സാർ 179 രൂപയ്ക്ക് സാർ ചെയ്യുകയാണെങ്കിൽ 28 ദിവസം വാലിഡിറ്റിയും കിട്ടും. അൺലിമിറ്റഡ് കോൾ ചെയ്യാവുന്നതാണ്. 300 SMS ആയിട്ടുള്ള ഓഫറും വരുന്നുണ്ട്. 2 GB ഡാറ്റ ടോട്ടലായിട്ട് വരുന്നുണ്ട്. ഓൺലൈൻ വഴിയോ ഫ്ലെക്സിബിൾസ് ആണ് റീചാർജ് ചെയ്യുന്നത് സാർ. 30 മിനിറ്റ് കൊണ്ട് ആക്ടിവേറ്റ് ആവുന്നതാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 മാസം മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഔട്ട് ഗോയിങ് SMS സെൻഡ് ചെയ്യാൻ കഴിയാത്തൊരു പ്രോബ്ലം ഉണ്ടായിട്ട് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കുറേ കമൻറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പാക്ക് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പാക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ പാക്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ VIൻ്റെ കസ്റ്റമർ കെയറിലൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെക്കോർഡിങ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഹലോ, ഈ നിങ്ങളെ ഇതിൽ SMS പാക്ക് എത്ര രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? SMS പാക്ക് ആണ് സാർ. നമുക്ക് SMS-നായിട്ട് പാക്ക് വരുന്നില്ല സാർ. നമുക്ക് വരുന്നത് SMS അയക്കണമെങ്കിൽ ഇപ്പോൾ റീചാർജ് ഒരു പാക്കിനുള്ള റീചാർജ് ചെയ്യണമല്ലോ സാർ. ഈ നമ്പറിലേക്കാണോ? ഈ നമ്പറിലേക്കാണ്. SMS വെയിറ്റ് ചെയ്യാൻ ചെക്ക് ചെയ്യട്ടെ. സാർ ഹലോ സാർ, നമുക്ക് 179 രൂപ അതിന് മുകളിലേക്കുള്ള റീചാർജുകളിലാണ് നമുക്ക് SMS-ന്റെ ഓഫർ വരുന്നത് സാർ. 179 സാർ 179 രൂപയ്ക്ക് സാർ ചെയ്യുകയാണെങ്കിൽ 28 ദിവസം വാലിഡിറ്റിയും കിട്ടും. അൺലിമിറ്റഡ് കോൾ ചെയ്യാവുന്നതാണ്. 300 SMS ആയിട്ടുള്ള ഓഫറും വരുന്നുണ്ട്. 2 GB ഡാറ്റ ടോട്ടലായിട്ട് വരുന്നുണ്ട്. ഓൺലൈൻ വഴിയോ ഫ്ലെക്സിബിൾസ് ആണ് റീചാർജ് ചെയ്യുന്നത് സാർ. 30 മിനിറ്റ് കൊണ്ട് ആക്ടിവേഷൻ ആവുന്നതാണ്. മുകളിലേക്കുള്ള പറയും. ഏറ്റവും ചെറിയ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 179 ആണ് വരുന്നത്. പക്ഷെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട് സാർ. അതായത് സാർ ഇപ്പോൾ നിലവിൽ മെയിൻ ബാലൻസിൽ 80 രൂപ ഉള്ളത് കൊണ്ട് സാറിന് 129 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് താങ്കളുടെ മെയിൻ ബാലൻസ് വെച്ച് SMS അയക്കേണ്ട ഫെസിലിറ്റി കിട്ടും. 129, 149, 128 ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് മെയിൻ ബാലൻസിലോ സെക്കൻഡറി ബാലൻസിലോ പൈസ ഉണ്ടെങ്കിൽ SMS പോകുന്നതാണ്. അല്ല, അത് 18 ദിവസമല്ലേ 129 രൂപ വരെ. അപ്പൊ നിങ്ങളെ ഇത് കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ആണല്ലേ സാർ? 18 ദിവസം ഉണ്ടാവും സാർ. അതിനേക്കാൾ നല്ല സാറിന് 179 രൂപയ്ക്ക് ചെയ്യാവുന്നതാണ് ബെറ്റർ. എന്താണ് കസ്റ്റമേഴ്സിനൊക്കെ ഒരു ബുദ്ധിമുട്ടിക്കല്ലോ. ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി ഇപ്പോൾ 179 റുപ്യ റീചാർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ലേ എല്ലാവർക്കും? സാർ ബുദ്ധിമുട്ടാണ് സാർ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ ഇല്ല സാർ. അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. നിങ്ങൾ ചെറിയ എന്താ ഒരു കാര്യത്തിനാണ് ഇപ്പോൾ ഒരു SMS പോകേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിനിപ്പോൾ 179 റുപ്യ റീചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ലേ? പക്ഷെ ബുദ്ധിമുട്ടാണ് സാർ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ ഇല്ലല്ലോ സാർ. അതുകൊണ്ടല്ലേ പറയുന്നത്. അപ്പോൾ എല്ലാവരും റീചാർജ് ചെയ്യുന്ന സമയത്ത് പാക്കിൽ SMS അലൗഡ് ആണോ എന്നുള്ളതും പാടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ എയർടെലിൻ്റെ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ആ റെക്കോർഡിംഗ് പാടെ ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങളെ ഈ ഔട്ട് ഗോയിങ്ങിൻ്റെ SMS വരുന്ന പാക്ക് എത്രയാണ് ഏറ്റവും ചെറുത്? ഓക്കെ സാർ, നമുക്കിപ്പോൾ ഏറ്റവും മിനിമം ആയിട്ടുള്ള പാക്ക് എന്ന് പറയുന്നത് 99 ആണ് സാർ. ഓക്കെ സാർ, ആ 99 പാക്ക് ചെയ്യുവാണെങ്കിൽ ഔട്ട് ഗോയിങ് SMS ഒക്കെ പോകുന്നതായിരിക്കും സാർ. ഒരു SMS-ന് 1 രൂപ ആയിട്ട് കട്ടാവുന്നതായിരിക്കും. ആ പാക്കിന്റെ വാലിഡിറ്റി 28 ദിവസമാണ്. ഓക്കെ സാർ, 99 ചെയ്യുവാണെങ്കിൽ 99 രൂപ ടോക്ക് ടൈം ആയിട്ട് കയറുന്നതായിരിക്കും. 28 ദിവസത്തെ വാലിഡിറ്റി ആണ്. ഓക്കെ, ഒരു SMS-ന് 1 രൂപ ആയിട്ട് കട്ടാവുന്നതായിരിക്കും സാർ. അഡീഷണൽ ആയിട്ട് 200 MB ഡേറ്റ ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും റീചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കറക്റ്റായിട്ടുള്ള പാക്ക് ഒന്ന് കസ്റ്റമർ കെയറിൽ വിളിച്ച് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇജാതി പണി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാനിപ്പോൾ ഒരു പാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു മാസം വരുന്ന സമയത്തേക്ക് ആ ഒരു പാക്ക് ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒരു പാക്ക് റീചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും പണി കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ കുറേ നമുക്ക് മുമ്പുള്ളൊരു വീഡിയോയിൽ കുറേ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്ന്. അപ്പോൾ അതിനൊരു റിപ്ലൈ കൊടുക്കുന്നതിന് ബദലായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.